അപ്പോൾ പാടി ഇതേപോലെ പാടി അഭിനയിച്ചൊരു സിനിമയിലെ ട്രിവാൻഡ്രം ലോഡ്ജ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? യെസ്. എനിക്ക് VKP അങ്കിളിലൂടെ സെക്കൻഡ് ഫിലിം ആയിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ്. എനിക്ക് ആ പാട്ട് പാടി അഭിനയിച്ച് അങ്ങനെയല്ല അത് അഭിനയിക്കുന്നതിന് മുമ്പ് ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് VKP അങ്കിൾ എന്താ പറഞ്ഞേ അത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. അതിപ്പോൾ പറയാൻ നോ കട്ട് നോ എഡിറ്റിംഗ് നത്തിങ്. എന്താ VKP അങ്കിൾ പറഞ്ഞ? എന്തുവാ പറഞ്ഞ്? അതിലൊരു കള്ളത്തരം ഉണ്ടല്ലോ. പറഞ്ഞു നീ അഭിനയിക്കൊന്നും വേണ്ട, നിന്റെ മനസ്സിൽ തോന്നുന്നു ചെയ്തു. എന്നിട്ട് കേക്കട്ടെ. എന്നിട്ട് മനസ്സിൽ തോന്നി അതുപോലെ. അത് കഴിഞ്ഞ് മോൻ അങ്ങനെ കണ്ടപ്പം ഫ്രണ്ട്സിന്റെ പിന്നെ ഈ സിനിമ കഴിഞ്ഞ് ഇത് കുറെ സീൻസിന്റെ ഇടയിൽ കുറച്ച് മൊണ്ടാഷ് എടുക്കും, സീൻസ് മൊണ്ടാഷ് അങ്ങനെ. അപ്പൊ എനിക്ക് ഏതൊക്കെ മൊണ്ടാഷാണ് ഇതില് ഈ പാട്ടിലുള്ളതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ജസ്റ്റ് ഈ എന്താ പറയാ ഓഡിയോ വീഡിയോ ഇതുണ്ടല്ലോ റിലീസ്, ഓഡിയോ റിലീസിനാണ് ഞാൻ പാട്ട് കണ്ടത്. ഈ പാട്ട് ഫ്രണ്ട്സ് കണ്ടപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 4 പേര് മാത്രമേ ഉള്ളൂ. ജോർജ് കാർത്തിക് അശ്വിൻ സിദ്ധാർത്ഥ്. ജോർജ് കാർത്തിക് അശ്വിൻ സിദ്ധാർത്ഥ് അവരെന്ത് പറഞ്ഞു? അതിലും നമുക്ക് ഒരു എഡിറ്റിങ്ങും ഇല്ലേ? അത് ഞാൻ ക്ലാസ്സിൽ കയറി എടാ കള്ള എന്ന് മാത്രം വിളിച്ചു, ബാക്കി അവന്മാര് പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. ടീച്ചേഴ്സൊക്കെ എങ്ങനെയാ മോൻ്റെ? നമുക്കൊരു കണ്ട ഉടനെ ഒരു നീണ്ട അവധിക്ക് ശേഷം സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ അയ്യോ ആ സിനിമ കണ്ടു അങ്ങനെയൊക്കെ പറയത്തില്ലേ ടീച്ചേഴ്സ്? എങ്ങനെ മോൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചർ ആരാ? എൻ്റെ ഫേവറേറ്റ് ടീച്ചർ, എനിക്ക് കുറേ ഫേവറേറ്റ് ടീച്ചേഴ്സ്. എനിക്ക് 3 ഫേവറേറ്റ് ടീച്ചേഴ്സാണ്. ഒന്ന് മേരി മാത്യു മാം എന്നാണ് എന്നെ 7th പഠിപ്പിച്ചത്, 7th 6th പഠിപ്പിച്ചു. പിന്നെ റോഷ്നി മാം, പിന്നെ സോണി മാം, സോണി പി ജോർജ്. ഈ സോണി മാം എത്ര ഇപ്പോഴും ഉണ്ട്? ഇപ്പോഴും എന്നെ 7th 8th പഠിപ്പിച്ചു. നമ്മുടെയൊക്കെ കാലത്ത് ഒരു ടീച്ചർ ഒരു കുട്ടിയോട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതാണ് ഫേവറേറ്റ് ടീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ മലയാളം തൊട്ട് ഇങ്ങോട്ട് മാത്സ് വരെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിൻ്റെയും പേര് പറയും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, സത്യസന്ധമായ ഒരു ഉത്തരം. മോന് ഏറ്റവും പേടിയുള്ള ടീച്ചർ ആരാ? എനിക്കാരെയും പേടിയൊന്നുമില്ല. ഈ പേടിയൊന്നും സത്യത്തിൽ പേടിയില്ല, എനിക്കാരെയും പേടിയില്ല. ആരും പേടിയില്ലേ? ടീച്ചേഴ്സിൽ ആരെയും പേടിയില്ലെന്ന് ചോദിച്ചപ്പോൾ അമ്മ അച്ഛനെയും പേടിയില്ലേ? കുറച്ച് ഇത്തിപ്പൂരം ഇത്ര. അത് അമ്മയാണോ അച്ഛനെയാണോ കൂടുതൽ? അച്ഛനൊരു ഇത്രയും, അമ്മയൊരു ഇത്രയും. ഇവിടെ രണ്ടു തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? നോക്കട്ടെ ഒന്നുകൂടെ. അച്ഛനൊരു ഇത്രയും, അമ്മനൊത്ത് ഒരു ഇത്രയും. ടീച്ചറൊരു ഇത്രയും. ആഹാ. എപ്പോഴെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ സ്കൂളിൽ നിന്ന്? അടി കിട്ടിയെന്ന് പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല. കാര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അടി കിട്ടിയില്ല. അല്ല ടീച്ചേഴ്സിൻ്റെ അടി കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ എന്നെ ഒരു 3rd സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് എന്നെ ഇതുവരെ ആരും അടിച്ചിട്ടില്ല. 3rd സ്റ്റാൻഡേർഡ് ഒരു അടിയുടെ പൂരായിരുന്നോ? എന്നുവെച്ചാൽ 3rd അങ്ങനെയല്ല, 1st സ്റ്റാൻഡേർഡിലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഇപ്പൊ റിട്ടയറായി. ആ ടീച്ചർ നല്ലൊരു അടിക്കായിരുന്നു, കാര്യമൊന്നും ഇല്ലാതെ ചുമ്മാ അടിക്കുമായിരുന്നു. പിന്നെ 2nd അങ്ങനെ ഇല്ല, 3rd കുറച്ചുണ്ടായിരുന്നു, 4th അങ്ങനെ അടിയൊന്നുമില്ല. അതിനിടയിൽ എന്നെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിച്ചു കൂട്ടുകാരെ. കൂട്ടുകാരെ ശരിക്കും പെരുമാറാറുണ്ടോ? കൂട്ടുകാർ എന്നെ പെരുമാറുള്ളൂ, ഞാൻ കൊടുക്കാറുണ്ടോ തിരിച്ച്? അപ്പൊ തിരിച്ചൊന്നും കിട്ടാറില്ലേ? അല്ല, അപ്പൊ ചുമ്മാ തന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും, അപ്പൊ അതൊക്കെ തീരും. ഇതൊക്കെ നമ്മുടെ സ്കൂളിലെ കാര്യം. വീട്ടിലോട്ട് ഇത് എടുത്തോണ്ട് വന്നാൽ ചേട്ടനും അനിയനും കൂടെ അടി കൂടിയാൽ ആര് ജയിക്കും? ചേട്ടൻ തന്നെ. ഞാൻ ഒരു അടി കളിച്ചാൽ ചേട്ടൻ 10 അടി കഴിക്കും. ഞാൻ ഫ്ലാറ്റ്. തിരിച്ചൊന്നും കൊടുക്കത്തില്ലേ? തിരിച്ചു കൊടുത്താൽ വല്ല ഏറ്റിട്ട് വേണ്ടേ? ഇങ്ങനെ ഒരു തട്ട് കൊടുത്താൽ നല്ല സുഖം എന്ന് പറയും. പിന്നെ ഞാൻ അടിച്ചിട്ട് കാര്യമില്ല. അമ്മയോടും അച്ഛനോടും പരാതി പറയോ? അമ്മയും അച്ഛനും അടിക്കുവോ? ചേട്ടനെ അനിയനെ നോക്കുമ്പോൾ ആരായിരിക്കും പണിഷ്? മോനെ ഒരുപാട് ഇപ്പൊ മോനെ ഒരു അടി കൊടുത്തു, ചേട്ടൻ 10 തിരിച്ചു വന്നു. അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ ഒരു ഞാൻ അടിച്ചിട്ട് ചേട്ടൻ പോയി പറഞ്ഞ അമ്മ അച്ഛനും പറയും അവൻ കുഞ്ഞല്ലേ എന്ന് പറയും. ഇപ്പൊ ചേട്ടൻ എന്നെ അടിച്ചിട്ട് ഞാൻ പോയി പറഞ്ഞ അമ്മ എന്നെ അടിച്ചെന്ന് പറഞ്ഞ അവൻ വലുതായില്ലേ, നിന്നെ അടിച്ചോട്ട്, നീ കൊച്ചല്ലേ.
അപ്പൊ രണ്ടായാലും മോൻ അടികൊള്ളുന്നതാണ് ഒരു അവസാനത്തെ ഒരു വിധി. അങ്ങനെയാണ്. പക്ഷെ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ അടുത്തും പറയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും. ചേട്ടൻ ആണ് അമ്മേൻ്റെ അച്ഛനെക്കാട്ടിലും ഇഷ്ടം എന്നാണെങ്കിൽ പറയാം. ഇപ്പൊ ഇവിടെ ചേട്ടൻ മാത്രമേ ഉള്ളെങ്കിൽ പറയുന്ന ഒരു കാര്യം തിരിക്കും, അതും ഒരു സത്യം പറയണം. പോട്ടെ, ഇപ്പോഴത്തേക്ക് മാത്രം. ആലോചിക്കരുത്, ഒരുപാട് ആലോചിച്ചാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. പെട്ടെന്ന് പറയുന്നതാണ് സത്യസന്ധമായ ഉത്തരം. ആലോചിച്ച് നമുക്ക് അതിൽ ചെറിയ കള്ളത്തരമൊക്കെ കയറി വരും. ചേട്ടൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് പറയുന്ന ഇല്ല, നേരത്തെ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറയാത്ത കാര്യം ചേട്ടൻ്റെ അടുത്ത് പറയുന്നതാണ്. അതന്നെ ഞാൻ പറയാം. അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പറയാത്തെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരാളെ അടിച്ചു, അയാളെ തിരിച്ചടിച്ചു, ഞാൻ വീണ്ടും അടിച്ചു, ആടി ഭയങ്കര അടിയായി. നാളെ അച്ഛനും അമ്മയും കൊണ്ട് വരണം എന്ന് പറയും. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഞാൻ അച്ഛനും അമ്മയുടെ അടുത്ത് പറയത്തില്ല, ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും. അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യും? അമ്മയച്ഛനെ കൊണ്ടുപോണ്ടേ? ചേട്ടൻ പറയാ ആ ടീച്ചറിന്റെ മുമ്പിൽ നിന്ന് മാറിയെന്നോ. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചെറിയ ചെറിയ മാർഗങ്ങളൊക്കെ പറഞ്ഞു. FB ഉണ്ട്, എത്ര ഫ്രണ്ട്സ് ഉണ്ട്? 1200. ഇഷ്ടമാണോ ഫേസ്ബുക്കിൽ കമന്റും പോസ്റ്റ് ചെയ്യാനും ഒക്കെ? പോസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അക്കൗണ്ട് ഇഷ്ടമാണ് എനിക്ക്. മോസ്റ്റ് ഓഫ് ദ ഇതിൽ അക്കൗണ്ട് ഉണ്ട്. മനസ്സിലായില്ല മോനെ. മോസ്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ വേറെ അതല്ല, ട്വിറ്റർ. ട്വീറ്റ് ചെയ്യാറുണ്ടോ? ട്വീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഓർക്കുട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഓർക്കുട്ടിലുണ്ടായിരുന്നു. എന്റെ ഭഗവാൻ, ഓർക്കുട്ടൊക്കെ ഔട്ട്ഡേറ്റഡായി, ഇത്ര ദിവസമായി, കാലമായി വന്നേ ഉണ്ട്. അമ്മ ടീച്ചറാണല്ലേ? അപ്പം നെറ്റ് യൂസ് ചെയ്യുന്നതിന് അമ്മ എന്ത് പറയും? FBയിൽ കയറുന്നതിനൊക്കെ വഴക്ക് പറയും? ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയുമെന്ന് തന്നെ സംശയമാണ്. നീ എന്തിനാ ഫേസ്ബുക്കിൽ കയറി? ഞാൻ പറയും അമ്മ ഞാൻ എപ്പോഴും ഡീആക്ടിവേറ്റ് ചെയ്തു. അതോടെ അമ്മ മോൻ അത് ശരി. അപ്പം അമ്മയ്ക്ക് പാസ്വേഡ് ഒന്നും പറഞ്ഞു കൊടുക്കില്ല? ആരെങ്കിലും പാസ്വേഡ് പറയും. അമ്മ എപ്പോഴെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത് മറന്നിട്ടിട്ടൊന്നും പോയിട്ടില്ല? ഇല്ലില്ല, ഞാൻ ലോഗ് ഔട്ട് ചെയ്യും. ഇതുവരെ ലോഗ് ഔട്ട് ചെയ്ത് പോയിട്ടില്ലേ? എന്ന് വെച്ചാൽ എന്റെ ചേട്ടന്റെ പാസ്വേഡ് അറിയാം. മോനോ? എന്റെ പാസ്വേഡ് ചേട്ടൻ അറിയാം, ചേട്ടന്റെ പാസ്വേഡ് എനിക്ക് അറിയാം. അപ്പൊ നിങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോണത്. യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? ഒരുപാട് ദൂരെ യാത്ര ആഗ്രഹിച്ചു പോയി, അല്ലെങ്കിൽ ഇന്ന സ്ഥലം കാണണം, അങ്ങനെയൊക്കെ മോന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എബ്രോഡ് പോകണം ഇഷ്ടമാണ്. എബ്രോഡ് പോകണം ഇഷ്ടമാണ്. പിന്നെ ഈ കേരള വിട്ട് പോകുന്ന ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ചെന്നൈയിൽ ഫ്ലാറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോകാറുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി. പിന്നെ ഹോങ്കോങ്ങിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂർ. ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആണോ? ഏറ്റവും ഇഷ്ടമുള്ളത് അത് ഡ്രസ്സ്, ഷൂസ് ആണോ, വാച്ച് ആണോ? ഷൂസും ബൂട്ട്സും. ചോക്ലേറ്റ്സ് ഇഷ്ടമല്ലേ? എന്നുവെച്ചാൽ എനിക്ക് ഷൂസ് ഭയങ്കര ക്രേസാണ്. പിന്നെ ഫുട്ബോൾ ബൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ബൂട്ട് വന്നാൽ അത് നോക്കും, അതിന് എത്ര വില നോക്കും. പറ്റാത്തതാണെങ്കിൽ ഞാൻ മേടിക്കില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും നേരം മോൻ എന്ന് വെച്ചാൽ പോക്കറ്റ് മണിയൊക്കെ നിറയെ കാശൊക്കെ ഉള്ള ആളല്ലേ? സിനിമയിലൊക്കെ അഭിനയിക്കുന്ന വലിയ താരമല്ലേ? കാശൊക്കെ അല്ലേ? അതെനിക്കറിഞ്ഞൂടാ. അമ്മയാണ്. പോക്കറ്റ് മണി ആരാണ് തരുന്നത്? പോക്കറ്റ് മണി ഇപ്പോൾ ഞാനിങ്ങനെ അച്ഛ ഇത് മേടിച്ചു തരുമെന്ന് ചോദിക്കാറില്ല. അച്ഛൻ മേടിച്ചു തരാറുണ്ട്. പക്ഷെ നല്ല വില കൂടിയ സംഭവങ്ങളൊക്കെ ഞാൻ കാശൊക്കെ കളക്ട് ചെയ്തിട്ടാണ് മേടിക്കുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെ കളക്ട്? ഇപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കും, അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ ഒരു ബൂട്ട്സ് ഒരു 7,000 4,000 ഒക്കെ ആണെങ്കിൽ ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിക്കും, അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മയുടെ അടുത്ത് ചോദിക്കും, അച്ഛൻ്റെ അടുത്ത്. എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്ത് പിച്ചും ചെയ്ത് വാങ്ങിക്കും. വിഷു ഒക്കെ വരുമ്പം എങ്ങനെയാ കാശ് ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്? വിഷു ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇവിടെ വരും,
ചിലപ്പോഴാണെങ്കിൽ എനിക്ക് ബേക്കറി ജംഗ്ഷനിൽ വരിക. അവിടെയാണ് കഴിഞ്ഞ വർഷം സെലിബ്രേറ്റ് ചെയ്തത്. വിഷു ഇവിടെ മാത്രം വരും. എന്തുകൊണ്ടാണ് വിഷുവിനെ കുറിച്ച് ചോദിച്ചതെന്ന് അറിയാം മോനെ? ഞാൻ വിഷു അടുത്ത് വരും. അതുകൊണ്ട് മാത്രമല്ല, കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരെയും ഷെയർ ചെയ്യുന്നു പറഞ്ഞപ്പോൾ വിഷുവിനെ നമ്മൾ ആഘോഷിക്കുമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൈനീട്ടം. അപ്പം ഞാൻ വിചാരിച്ചു വിഷു അപ്പം കൈനീട്ടമൊക്കെ കിട്ടി വെച്ചാൽ അതൊക്കെ സാധാരണ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കൈനീട്ടമൊക്കെ കിട്ടിയാൽ അതൊക്കെ സേവ് ചെയ്തായിരുന്നു നമ്മൾ പിന്നീട് ഷോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓർമ്മ. ഞാൻ വിഷു കൈനീട്ടം കളക്ട് ചെയ്തൊരു PSP മേടിച്ചു. എന്നുവെച്ചാൽ തരാത്തവരെ തന്നെ വിളിച്ചു പറഞ്ഞു തന്നോണമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നു മേടിച്ചു. എൻ്റെ എന്നുവെച്ചാൽ 2 years ആയിട്ട് ഞാൻ കാത്തിരിക്കുക എനിക്ക് PSP വേണം. എന്നിട്ട് ഞാൻ എന്നുവെച്ചാൽ ഞാനിങ്ങനെ കഴിഞ്ഞ അതിന് മുമ്പ് PSP മേടിക്കുന്ന ഉള്ള വർഷം ഞാൻ കാശ് കളക്ട് ചെയ്ത് ഞാൻ എൻ്റെ തന്നെ വയ്ക്കും. ഇപ്രാവശ്യം ഞാൻ കാശ് കളക്ട് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് കൊടുത്തു. പകുതി അച്ഛൻ്റെ അടുത്ത് കൊടുത്തു, പകുതി അമ്മയുടെ അടുത്ത് കൊടുക്കും. അപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ല, അപ്പം ഞാൻ ചിലവാക്കത്തില്ല. അങ്ങനെ വെച്ചു. മോന് ഏറ്റവും ഇഷ്ടമുള്ള ഫെസ്റ്റിവൽ ഏതാ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അയ്യോ വിഷു വരാം, അയ്യോ ഓണം വരാറ്, അയ്യോ ക്രിസ്മസ്, ഇതുപോലെ മോന് ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഏതാ? ദിവാലി. വൈ? ദിവാലി, ന്യൂ ഇയർ. ദിവാലി പടക്കം പൊട്ടിക്കാം. അതുമല്ല ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ദിവാലിക്കാണ്, കസിൻസിൻ്റെ കൂടെ. ഓക്കെ. അതെന്ത് പറ്റി? ഓണത്തിന് നമുക്ക് 10 ദിവസമില്ലേ? ഓണത്തിന് 10 ദിവസമുണ്ട്, പക്ഷെ 10 ദിവസത്തെ അവർ എവിടെയെങ്കിലും പോയാൽ കാണാൻ പറ്റത്തില്ല. ദിവാലി സമയത്ത് നമ്മുടെ ഒരു ഫാമിലി റൂളാണ്, എല്ലാവരും കാണണം, എല്ലാവരും കൂടണം. ഓ, അപ്പൊ എല്ലാവരും വരും? എല്ലാവരും വരും. ഓ, എല്ലാ ദിവാലി എന്നുവെച്ചാൽ ചില കൊച്ചുമാർ എറണാകുളത്തുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. അപ്പം അവിടെ നിന്ന് പടക്കമൊക്കെ കൊണ്ടുവരും, അവിടെ നിന്ന് മേടിച്ചോണ്ടൊക്കെ. പേടിയുണ്ടോ പടക്കം പൊട്ടിക്കാൻ? അതോ ഭയങ്കര ക്രേസൊക്കെയാണ്. എന്നുവെച്ചാൽ എനിക്ക് ഈ ഓലപ്പടക്കവും മലപ്പടക്കവും ഒക്കെ പൊട്ടിക്കാൻ പേടിയാണ്. പക്ഷെ ഈ ചെറിയ ബോംബ്, ഇത്രയുള്ള ബോംബ്, അതൊക്കെ വെച്ച് കത്തിക്കാൻ പേടിയില്ല. ന്യൂ ഇയറിനോ? ന്യൂ ഇയർ കഴിഞ്ഞ വർഷം ഈ വർഷം ട്രിവാൻഡ്രം ക്ലബിലായിരുന്നു. അവിടെ പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ചേട്ടൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും ഉണ്ട്. നല്ല രസമാണ് അവിടെ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ കേട്ട് വരുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് ഓവർ. അപ്പം മോൻ എവിടെ? ജോർജിന്റെ വീട്ടിൽ പോകാറുണ്ടോ? ഞാൻ ഇതുവരെ സ്ലീപ്പ് ഓവർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ വെക്കേഷൻ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ഞാൻ സ്ലീപ്പ് ഓവർ. അമ്മ സമ്മതിച്ചോ? വെക്കേഷൻ കുഴപ്പമില്ല, എൻ്റെ വീട്ടിലും വരും. ഇതുവരെ ഇവിടെ സ്ലീപ്പ് ഓവറിന് വന്നിട്ടുണ്ടോ? ഇവിടെ ആരും ഇങ്ങനെ സ്ലീപ്പ് ഓവറിന് വന്നിട്ടില്ല. ഹാങ്ങൗട്ടിന് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. രാവിലെ ഇരുന്നിട്ട് രാത്രിയാണ് പോകുന്നത്. ഏറ്റവും ഇതുവരെ കാണിച്ചതിൽ ഏറ്റവും വലിയൊരു കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും വലിയ കുരുത്തക്കേടോ? മീൻസ് നമ്മളൊരു ഭയങ്കര